ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ സുഖമല്ലേ? എന്തൊക്കെയുണ്ട്? എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുക. ഇപ്പോൾ പിന്നെ എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് എല്ലാവരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് നാൾ മുന്നേ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ? 20 രൂപയ്ക്ക് 50 കൂടുതൽ സ്റ്റിക്കേഴ്സ്. നമുക്ക് അതുപോലെ ഇന്ന് കുറച്ച് വാഷി ടേപ്സ് ഉണ്ട്. ഒരു സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള കമൻസും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ വന്ന കുറച്ച് കമൻസ് ആയിരുന്നു, ചേച്ചി ലോങ് വീഡിയോ ഇടോ, 1 മിനിറ്റ് വീഡിയോ ആയതുകൊണ്ട് സ്പീഡ് കൂടിപ്പോയി, മനസ്സിലായില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ കരുതി എന്തായാലും വാഷി ടേപ്പ് ചെയ്യുമല്ലോ, അപ്പോൾ പിന്നെ അതൊരു ലോങ് വീഡിയോ ആയി. നമ്മൾ സ്റ്റിക്കർ മേക്കിങ്ങിന് ഏതൊക്കെ ആപ്സ് ആണോ യൂസ് ചെയ്തത് അതൊക്കെ തന്നെയാണ് ഇതിനും യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മാറ്റമൊന്നും. പിൻട്രസ്റ്റ് ആണല്ലോ എല്ലാത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ പിൻട്രസ്റ്റ് എടുക്കുക, അതിൽ ഇതുപോലെ വാഷി ടേപ്പ് എന്നോ അല്ലെങ്കിൽ വാഷി ടേപ്പ് പ്രിന്റബിൾ എന്നോ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കുറേ ഡിസൈൻസ് വരും. അത് ഓരോന്നായിട്ട് ഇഷ്ടപ്പെട്ടത് നോക്കി നമ്മൾ നമ്മുടെ ഗാലറിയിലോട്ട് അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്ത് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ വീഡിയോ സത്യത്തിൽ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാണ്. അറിഞ്ഞത് വേറൊന്നുമല്ല, ഞാൻ നേരത്തെ തന്നെ നമ്മുടെ വാഷി ടിപ്സ് എല്ലാം പ്രിൻ്റ് എടുത്ത് സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ച് വീഡിയോസും എടുത്തിട്ടാണ് ഈ ഒരു സംഭവം സ്ക്രീൻ റെക്കോർഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇതിൽ കാണിക്കുന്ന ഡിസൈൻസും ഞാൻ പ്രിൻ്റ് എടുത്ത ഡിസൈൻസും തമ്മിൽ നല്ല ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യത്തിലോട്ട് കിടക്കാം. ഇനി നമുക്ക് മെയിനായിട്ട് ക്യാൻവ ആപ്പ് വേണം. അപ്പോൾ ക്യാൻവ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലത്തെ പേജ് ഓപ്പൺ ആവും. മുകളിൽ തന്നെ A3 ഡോക്യുമെൻ്റ് ഉണ്ട്, പക്ഷെ ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. താഴത്ത് പ്ലസ് ക്ലിക്ക് ചെയ്ത് ഞാൻ അങ്ങനെ ടൈപ്പ് ചെയ്താണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആ A3 ഡോക്യുമെൻ്റ് എടുത്താൽ മതി. A3 ഡോക്യുമെൻ്റ് എടുത്ത് കഴിയുമ്പോൾ ഇതുപോലൊരു വൈറ്റ് പേജ് വരും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഗാലറി സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്ന എല്ലാ ഫോട്ടോസും വരും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു പേജിൽ 3 എണ്ണമാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ 3 എണ്ണം സെലക്ട് ചെയ്തെടുക്കുക. ചെയ്തിട്ട് ആഡ് ടു പേജ് കൊടുത്താൽ മതി. ഇനിയുള്ള കാര്യങ്ങളാണ് നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾക്കിപ്പോൾ കുറേ വാഷി ടിപ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജിൽ തന്നെ ഇഷ്ടംപോലെ ഡിസൈൻസ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പിക്ചേഴ്സ് ഇല്ലേ, ഇതിൻ്റെ കുറേ വൈറ്റ് സ്പേസുകൾ കണ്ടോ? ആ വൈറ്റ് സ്പേസ് ഒക്കെ നമ്മൾ ക്രോപ്പ് ചെയ്ത് ഇതുപോലെ കളഞ്ഞിട്ട് ഓരോന്നായിട്ട് നല്ല ക്ഷമയോടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഡിസൈൻസ് കിട്ടും. പിന്നെ എന്നെ പോലെ ഭൂലോകം അടിച്ചുകളാണെങ്കിൽ ഈ ഒരു സംഭവം ചെയ്യാൻ നിൽക്കേണ്ട കാര്യം, അത്യാവശ്യം ക്ഷമ വേണം. പിന്നെ മടിയുള്ളവർക്ക് പറ്റിയ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഒരു പിക്ചേഴ്സ് ഇല്ലേ, അതിൻ്റെ സൈഡ് മാത്രം ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫോട്ടോ സൈസ് കുറച്ച് കൊടുക്കുക, എന്നിട്ട് അത് കോപ്പി ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഡൗൺലോഡ് ചെയ്ത് വെച്ച പിക്ചേഴ്സിൻ്റെ സൈസ് എങ്ങനെയാണ് കുറയ്ക്കുന്നതെന്ന് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ 4 ഡോട്ട് വേണം. ആ 4 ഡോട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സൈസ് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യുന്നത്. എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണം. മുകളിലോട്ടൊരു ആരോ കണ്ടില്ലേ, ആ ആരോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ് വരും. അതിൽ PDF പ്രിന്റ് കൊടുക്കുക, ഡൗൺലോഡ് കൊടുക്കുക, എന്നിട്ട് വാട്സപ്പിലോട്ട് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. ഈ PDF പ്രിന്റിൽ എടുക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പിക്ചേഴ്സൊക്കെ അത്രയും ക്വാളിറ്റിയിലും ക്ലാരിറ്റിയിലും ഒക്കെ കിട്ടും. ഇനി എന്താ, നേരെ ഷോപ്പിൽ പോവുക, സ്റ്റിക്കർ പ്രിന്റ് എന്ന് പറയുക, പ്രിന്റ് എടുക്കുക. കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏത് ഷോപ്പിൽ നിന്നാണ് എടുക്കണേന്ന്. അപ്പോൾ നമ്മുടെ ഈ ഫ്ലെക്സ്, ബാനർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്രിന്റ് എടുക്കുന്ന ഷോപ്പിൽ അവിടെ പോയി സ്റ്റിക്കർ പ്രിന്റ് എന്ന് പറഞ്ഞാൽ മതി. ഞങ്ങളുടെ ഇവിടുത്തെ ഷോപ്പിലൊക്കെ മുന്നേ 20 ആയിരുന്നു, ഇപ്പം ചെറുതായിട്ടൊന്ന് റേറ്റ് കൂട്ടിയിട്ടുണ്ട്, 30 ആക്കിയിട്ടുണ്ട് ഓരോ ഷീറ്റിനും. ഇനി നമുക്ക് നമ്മുടെ വാഷി ടേപ്പിലോട്ട് വരാം. അപ്പം ഞാൻ ഈ കാണുന്ന ഇത്രയാണ് പ്രിന്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. വാഷി ടേപ്പ് അത്യാവശ്യം ലെങ്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷീറ്റൊന്നും പ്രിന്റ് എടുത്താൽ പോരാ, ഒരു 2 or 3 ഷീറ്റൊക്കെ പ്രിന്റ് എടുക്കണം. ഞാനിവിടെ എന്തായാലും ഒരു ഡിസൈൻ്റെ 2 പ്രിന്റ് വീതമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതായത് 2 കോപ്പി വീതമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയാണ് മക്കളെ ഏറ്റവും ഭ്രാന്തെടുക്കുന്ന സിറ്റുവേഷൻ. വേറൊന്നുമല്ല, ഇതെല്ലാം സ്വന്തമായിട്ടിരുന്ന് അങ്ങോട്ട് കട്ട് ചെയ്യണം. പക്ഷേ ലെങ്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, റോൾ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് 2 ഷീറ്റൊക്കെ പ്രിന്റ് എടുത്തത്. പക്ഷേ ഇത് കട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഒരു തീരുമാനം അങ്ങോട്ട് തെറ്റായിപ്പോയി. കാരണം നോം തന്നെ ഇതെല്ലാം അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണമല്ലോ. ആദ്യമൊക്കെ വലിയ കാര്യത്തിൽ കത്തിയൊക്കെ വെച്ച് കട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറേ കഴിഞ്ഞ് ഭ്രാന്തായപ്പോൾ സിസേഴ്സ് എടുത്തു, കട്ട് ചെയ്യാൻ തുടങ്ങി, ശരിയായില്ല. വീണ്ടും പിന്നെ കത്തിയെടുത്ത് അങ്ങോട്ട് കട്ട് ചെയ്യാൻ തുടങ്ങി. മൊത്തത്തിൽ ഭ്രാന്തായിരുന്നു. നമ്മുടെ സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോ ഇട്ടില്ലേ, അതായത് ഏപ്രിൽ ആ ഒരു ടൈം തൊട്ട് തുടങ്ങിയതാണ് ഈ ഒരു വീഡിയോ എടുക്കാനുള്ള പരിപാടി. ഒരു കട്ടിങ് പരിപാടി കാരണം മാത്രമാണ് ഈ ഒരു സംഭവം ഇത്രയും ലേറ്റ് ആയത്. അങ്ങനെ ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, എല്ലാം ഒന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു വീഡിയോയിൽ. അടുത്ത ഏറ്റവും ടാസ്ക് എന്ന് പറയുന്നത് ഇതെല്ലാം റോൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എൻ്റെ കയ്യിൽ ഒരു ബ്രൗൺ കാർഡ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അത്യാവശ്യം കട്ടിയുള്ളത്. തീർന്നു പോയിട്ടുണ്ടായിരുന്ന ഒരു വാഷി ടേപ്പിൻ്റെ റോളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഇതുപോലെ സൈസൊക്കെ കറക്റ്റാക്കി നോക്കിയിട്ട് സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് അത് നമ്മളെ ആ ഒരു റോളാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഓരോ സ്ട്രിപ്സ് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 കോപ്പി വീതം എടുത്തുകൊണ്ട് 2 സ്ട്രിപ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് വൈറ്റ് സ്പേസ് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് സ്പേസിൻ്റെ ബാക്കിലുള്ള ആ ഒരു ഷീറ്റ് മാത്രം ചെറുതായിട്ട് റിമൂവ് ചെയ്ത് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് അത് നമ്മൾ നമ്മുടെ റോളിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. ബാക്കി നമ്മൾ ബാക്കിലുള്ള നമ്മുടെ ആ ഒരു പേപ്പറില്ലേ, ആ ഒരു എന്താ പറയുക അതിന്, സ്റ്റിക്കർ പേപ്പർ ഇല്ലേ ബാക്കിൽ, അത് റിമൂവ് ചെയ്യാതെ
ഫുൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ സ്ട്രിപ്പ് എടുക്കുക, അതിൽ കുറച്ച് വൈറ്റ് സ്പേസ് വിട്ടിട്ട് അതും ഇതുപോലെ അതിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക, റോൾ ചെയ്തെടുക്കുക. മനസ്സിലായല്ലോ അല്ലേ? ഇല്ലെങ്കിൽ കാണുമ്പോൾ മനസ്സിലായിക്കോളും. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് വീഡിയോ കണ്ട് അങ്ങോട്ട് ചെയ്യുക, അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അങ്ങനെ എല്ലാ ഡിസൈൻസും കട്ട് ചെയ്യുക, ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. ഇതൊക്കെ തന്നെയായിരുന്നു കുറേ ദിവസം കൊണ്ടുള്ള പരിപാടി. ഈ ഒരു വീഡിയോ ഇടാൻ ഇത്രയും ലേറ്റ് ആയതിൻ്റെ റീസണും ഇതൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഫോണിൽ സ്റ്റോറേജ് ഉണ്ടായിരുന്നില്ല, അതിൻ്റെ കൂട്ടത്തിൽ എല്ലാ ദിവസവും ഷോർട്സ് ഒക്കെ എടുക്കണം. അങ്ങനെ മൊത്തത്തിൽ ഞാൻ 3G ആയി. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ക്ലിപ്പില്ലേ, ഇത് ഞാൻ എടുക്കുന്നത് മെയ് 11-ാം തീയതിയാണ്, അതായത് ഒരു സൺഡേ രാത്രി ഇരുന്നിട്ട് മൊത്തം കുത്തിയിരുന്ന് ഇതുപോലെ റോൾ ചെയ്തും കട്ട് ചെയ്തും എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറൊരു വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെടുക്കുന്ന സൺഡേ ആണല്ലോ, അടുത്ത ദിവസം മൺഡേ. അപ്പോൾ മൺഡേ രാവിലെയുള്ള 4 മണിക്കുള്ള ട്രെയിനിൽ എനിക്ക് തിരിച്ച് എറണാകുളത്ത് പോകണം. അങ്ങനെ മൊത്തത്തിൽ ടെൻഷൻ അടിച്ച് ഭ്രാന്തായിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു 1-2 ആഴ്ച മുന്നേ ഒരു ഹാർട്ടിൻ്റെ കാർഡ് ഐഡിയ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ടെൻഷൻ അടിച്ച് ചെയ്താണെന്നൊക്കെ പറഞ്ഞിട്ട്, ആ ഒരു വീഡിയോ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ കൂടി എടുത്ത വീഡിയോ ആണ്. അതാണത് മൊത്തത്തിൽ കൊളായി പോയത്. അങ്ങനെ നമ്മൾ മൊത്തം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. സത്യം പറയാലോടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒറിജിനൽ നമ്മുടെ വാഷി ടേപ്പില്ലേ അതുപോലെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി ലുക്ക്. സ്റ്റിക്കർ ഷീറ്റ് ആണല്ലോ, അപ്പോൾ ഒറിജിനൽ വാഷി ടേപ്പിൽ തൊടുമ്പോഴുള്ള ആ ഒരു സർഫസ് ഇല്ലേ അതൊന്നും അല്ല ഇത്. പക്ഷെ എന്നാലും ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് എന്തായാലും ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കാര്യം ഒത്തിരി റേറ്റ് കൊടുത്ത് വാഷി ടേപ്പും കാര്യങ്ങളൊന്നും വാങ്ങാൻ വേണ്ടി നിൽക്കണ്ട. ഞങ്ങളുടെ അവിടെ ഒരു ഷീറ്റിന് 30 രൂപയാണ് വരുന്നത്. കുറേ പേര് കമൻസിൽ കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ അവിടെ 50, 60, 100 പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ ഇവിടെയുള്ള ഒരു ഷോപ്പിൻ്റെ റേറ്റ് ആണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മളൊരു ഓർഗനൈസർ ബോക്സും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യാവേ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി ഞാൻ മറന്നുപോയി. വേറൊന്നുമല്ല, ഈ ഒരു വാഷി ടിപ്പിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്യണത്. കുറച്ചധികം നാൾ മുന്നേ ഞാൻ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തിരുന്ന ടൈമിൽ എനിക്ക് റാൻഡമായിട്ട് വന്നൊരു വീഡിയോ ആയിരുന്നു ഈ ഒരു വാഷി ടിപ്പ് മേക്കിംഗ് വീഡിയോ. മലയാളി ചാനലിലാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ദേവിക പ്രഭാകരനെന്നോ പ്രകാശെന്നോ അങ്ങനെ എന്തോ ആണ് ആ ചേച്ചിയുടെ പേര്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. കുട്ടിയാണോ ചേച്ചിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ഒരു കുട്ടിയുടെ വീഡിയോ എന്നാണ് എനിക്കിതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ സ്റ്റിക്കർ മേക്കിംഗ് ഒക്കെ ഞാൻ കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എടുത്തു പറയാനുള്ള റീസൺ, ആ ഒരു സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോയുടെ താഴെ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എവിടെ നിന്നോ കോപ്പി അടിച്ചതാണെന്നൊക്കെ പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ കോമഡി ആയിട്ടാണ് തോന്നിയത്. കാരണം എനിക്ക് ഓൾറെഡി ഒരു ബിസിനസ് ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ പ്രോഡക്റ്റ്സിൻ്റെ കൂടെ ഫ്രീ ബീസ് ആയിട്ട് കൊടുക്കുന്നതും പിന്നെ അല്ലാതെ ബർത്ത്ഡേ കാർഡ്സ്, താങ്ക് യു കാർഡ്സ് ഒക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് സ്റ്റിക്കേഴ്സ് കോപ്പി അടിക്കേണ്ട ദാരിദ്ര്യമൊന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഈ ഒരു വാഷി ടേപ്പിൻ്റെ ഐഡിയ എനിക്ക് കിട്ടിയത് ആ ഒരു കുട്ടിയുടെ വീഡിയോ തന്നെയാണ്. അത് എടുത്തു പറഞ്ഞതിൻ്റെ കാര്യം ഇത് കോപ്പി ചെയ്ത് പറഞ്ഞ് വരണ്ട. എന്തായാലും ഞാൻ ആൾക്ക് ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു വീഡിയോ കണ്ടപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ, എന്നാൽ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാലോ, യൂസ്ഫുൾ ആയാലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ നല്ല അടിപൊളി മഴയാണ്, അതുകൊണ്ട് വോയിസ് ഒക്കെ ക്ലിയർ ആണോ എന്നൊക്കെ അറിയില്ല. എന്നാലും ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴും പറഞ്ഞ പോലെ ലൈക്ക്, സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ ഡാ.